ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരച്ച നെയ്മീൻ കറിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പോകാം വീഡിയോയിലേക്ക്. നെയ്മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ തിരിങ്ങിയത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ചെടുത്ത തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അര സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 6 അല്ലി ചുമന്നുള്ളി രണ്ടായിട്ട് കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുത്തത്. അത്യാവശ്യം തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടി. ഇവ ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയുടെ കൂട്ടിവിടെ റെഡിയായിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കൂട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്പം പുളിയും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇത് കറി വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറിയുടെ അരപ്പ് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 മുരിങ്ങയ്ക്ക ചെറുതായി കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായിട്ട് 5 പച്ചമുളക് കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് തിളയ്ക്കുന്നത് വരെ കാത്തിരിക്കാം. കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെയ്മീൻ്റെ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്.
മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായി ഒന്ന് ഇളക്കിയതിനു ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 സ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്കൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് നാടൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വറുത്തരച്ച നെയ്മീൻ കറി റെഡിയായിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.